സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച CPIM പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ഇടതു സർക്കാർ 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കായി സ്വപ്ന പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കിയിരുന്നു. പ്രതിമാസം 1000 രൂപ വീതം 32 ലക്ഷം പേർക്ക് നൽകി വന്നിരുന്ന പദ്ധതി നിലവിലെ UDF സർക്കാർ നിർത്തലാക്കി. പാർലം ഗ്രാമപഞ്ചായത്തിൽ മാത്രം 1250 സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന പെൻഷൻ ഇതോടെ ഇല്ലാതായി. ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിനെതിരെ CPM പാർലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് പോയി നോക്കിയറിയാം, ഫാസ്റ്റിന്റെ ഓർഡിനറിയുടെ അടിയിലൊക്കെ ഫാസ്റ്റ് എഴുതിച്ചിരിക്കുക. അവർക്കൊന്നും അനുകൂലമില്ല. പോട്ടെ, എന്നാലും കൊടുക്കണ്ടല്ലോ. കൊടുക്കുന്നതിന് നമ്മൾ തെറ്റു പറയുന്നില്ല. ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് തള്ളി പറയേണ്ട കാര്യമുണ്ടോ? സ്ത്രീകൾക്ക് ഈ അമ്മാടത്തൂടെ എത്ര KSRTC ഉണ്ട്, ഒറ്റൊന്നും കിട്ടുന്നില്ല. പോട്ടെ, ഓടുന്നോടത്ത് കിട്ടുന്നുണ്ടല്ലോ, അത്രയും നല്ലത്. അതിനുള്ളിലെ തട്ടിപ്പാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ 31 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ ഒരു വർഷം കൊടുക്കണമെങ്കിൽ 3800 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിക്കണം. 3800 കോടി. ഈ 31 ലക്ഷം സ്ത്രീകൾക്ക് സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയാൽ ഖജനാവിന് എത്രയാ ലാഭം? 3800 കോടി രൂപ ലാഭം. സ്ത്രീകളെ മാറോടടക്കി പിടിക്കാണ് സൗജന്യം. അതിന് ഒരു മാസം ചെലവഴിക്കുന്നത് 50 കോടി. 12 മാസത്തേക്ക് 600 കോടി. 3800 കോടി രൂപ ലാഭം, 600 രൂപ ചെലവ്. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റിന് 3800 കിഴിക്കണം 600, 3200 കോടി രൂപ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പറ്റിച്ച് 600 കോടി രൂപ സൗജന്യം കൊടുത്ത് സ്ത്രീകളെ മുഴുവൻ സംരക്ഷിക്കുന്നു. CPM കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. CPM പാർലം ലോക്കൽ സെക്രട്ടറി TG വിനയൻ, PC ശ്രീദേവി, മിനി വിനയൻ, ശൈല രാജൻ എന്നിവർ സംസാരിച്ചു.